പ്രതിഷേധ സമരമാണ് ഇതുവഴി കടന്നു വന്നിരിക്കുന്നത്. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകരുടെ നിക്ഷേപ തുക അവർ ആവശ്യപ്പെടുമ്പോൾ തിരികെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നവകേരള സദസ്സിലേക്ക് ACC പ്രസിഡന്റ് നയിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഇതുവഴി കടന്നു വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകരുടെ തുക അവർ ആവശ്യപ്പെടുമ്പോൾ അവർ ആവശ്യപ്പെടുന്ന സമയത്ത് തിരികെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊള്ളസംഘം നടത്തുന്ന ഈ നാട്ടിലെ കാട്ടുകള്ളന്മാർ നടത്തുന്ന നവകേരള സദസ്സ് എന്ന് പേരിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിച്ച് മുന്നോട്ട് പോകുന്ന ആ നവകേരള സദസ്സിലേക്ക് PCCയുടെ ആരാധനായ പ്രസിഡന്റ് ശ്രീ ജോസ് വള്ളൂർ നയിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകരുടെ നിക്ഷേപ തുക കൊണ്ട് PCCയുടെ ആരാധനായ പ്രസിഡന്റ് ശ്രീ ജോസ് വള്ളൂർ നയിക്കുന്ന പ്രതിഷേധ മാർച്ച് നവകേരള സദസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ച് കൊള്ളയടിച്ച് തൂർത്തടിച്ച് ഈ നാട് മുഴുവൻ നടന്ന് പട്ടുതന്നുന്ന പിണറായി വിജയൻ കൂട്ടർ നടത്തുന്ന നവകേരള സദസ്സിലേക്കുള്ള പ്രതിഷേധ മാർച്ചാണ് പ്രിയമുള്ളവരെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. ഈ നാട്ടിലെ ജനങ്ങളെ അവർ പണിയെടുത്ത പണം അവർ ആവശ്യപ്പെടുന്ന സമയത്ത് നിക്ഷേപിച്ച തുക തിരിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് PCCയുടെ ആരാധനായ പ്രസിഡന്റ് ജോസ് വള്ളൂർ നയിക്കുന്ന നവകേരള സദസ്സിലേക്കുള്ള ജാഥ, പ്രതിഷേധ ജാഥ അതാണ് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകരുടെ തുക അവർ ആവശ്യപ്പെടുന്ന സമയത്ത് തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നവകേരള സദസ്സിലേക്കുള്ള പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. PCCയുടെ ആരാധനായ പ്രസിഡന്റ് ജോസ് വള്ളൂർ നയിക്കുന്ന പ്രതിഷേധ ജാഥയാണ് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ ജനങ്ങളെ പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നവകേരള സദസ്സെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിലേക്കുള്ള പ്രതിഷേധ ജാഥ അതാണ് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകരുടെ പണം അവർ ആവശ്യപ്പെടുന്ന സമയത്ത് തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PCCയുടെ ആരാധനായ പ്രസിഡന്റ് ജോസ് വള്ളൂർ നയിക്കുന്ന പ്രതിഷേധ ജാഥ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ച് കൊള്ളയടിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നവകേരള സദസ് എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുന്ന ആ സദസ്സിലേക്ക് കടന്നു വരികയാണ്. കോൺഗ്രസിന്റെ പ്രതിഷേധം അത് നയിച്ച് മുന്നോട്ട് വരുന്ന PCC പ്രസിഡന്റ് അദ്ദേഹത്തിന് ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പണം കൊള്ളയടിച്ചുകൊണ്ട് തൂർത്തടിച്ച് മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, കടന്നു വരികയാണ്. കരുവന്നൂർ ബാങ്കിന് നിക്ഷേപ തുക അവർ ആവശ്യപ്പെടുന്ന സമയത്ത് തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നവകേരള സദസ്സിലേക്കുള്ള പ്രതിഷേധ മാർച്ച് അതാണ് ഇതുവഴി കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ആരാധ്യനായ PCCയുടെ അമരക്കാരൻ ജോസ് വള്ളൂർ നയിക്കുന്ന പ്രതിഷേധ ജാഥയാണ് ഇതുവഴി കടന്നു വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പണം കൊള്ളയടിച്ചുകൊണ്ട് ഈ നാട്ടിൽ തൂർത്തടിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഒരു കൊള്ളസംഘം ഇരിങ്ങാലക്കുടയിൽ നവകേരള സദസ്സ് അവിടെ ഈ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ആ സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ
വിട്ടില്ലാതെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് BCCയുടെ പ്രസിഡന്റ് നയിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് പ്രിയമുള്ളവരെ ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അരുവന്നൂരിലെ സാധാരണക്കാരന്റെ പണം, കൊള്ളയടിച്ചെടുത്ത പണം അവർ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ കൊള്ളസംഘം നടത്തുന്ന നവകേരള സദസ്സിലേക്ക് ഈ ജാഥ എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. ഈ കൊള്ളസംഘം നടത്തുന്ന ഈ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച്, ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിച്ച് നവകേരള സദസ്സ് എന്ന് ഓമനം പേരിട്ട് പറ്റിച്ച് മുന്നോട്ട് പോകുന്ന ആ സദസ്സിലേക്കാണ് പ്രിയമുള്ളവരെ BCCയുടെ ആരാധനായ പ്രസിഡന്റ് ജോസ് വള്ളൂർ നയിക്കുന്ന ജാഥ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ ഈ ജാഥയ്ക്കൊപ്പം കൂടുക, അതിനെ അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പണം കൊള്ളയടിച്ച പിണറായി സർക്കാരിനെതിരുള്ള പ്രതിഷേധ ജാഥ നവകേരള സദസ്സിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ പ്രതിഷേധിക്കുക, ഈ ജാഥയെ അനുഗ്രഹിക്കുക. പ്രിയമുള്ളവരെ കടന്നു വരികയാണ്, അടുത്തടുത്ത് വരികയാണ് നവകേരള സദസ്സിലേക്കുള്ള മാർച്ച് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് പണം കൊള്ളയടിച്ച് കോർത്തടിച്ച് ഈ കൊള്ളസംഘം മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി BCCയുടെ അമരക്കാരൻ നവകേരള സദസ്സിലേക്ക് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പണം കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച തുക അവർ ആവശ്യപ്പെടുമ്പോ തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ കൊള്ളസംഘം നടത്തുന്ന നവകേരള സദസ്സിലേക്ക് BCCയുടെ അമരക്കാരൻ ജോസ് വള്ളൂർ നയിക്കുന്ന ജാഥ കടന്നു വരുന്നത്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപത്തുക നിക്ഷേപകർക്ക് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് തിരിച്ചു കൊടുക്കണമെന്ന് അതുകൊണ്ട് പിണറായി വിജയൻ നയിക്കാതെ ഈ നാട്ടിലെ കൊള്ളക്കാർ നയിക്കുന്ന സദസ്സിലേക്ക് BCC പ്രസിഡന്റ് ജോസ് സർക്കാരിന്റെ നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് ഓമനം പേരിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരനെ പറ്റിച്ചുകൊണ്ട്, ഈ നാട്ടിലെ സാധാരണക്കാരനെ വഞ്ചിച്ചുകൊണ്ട്, പ്രചരിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീക്കാരെയും വിളിച്ചുവരുത്തി തള്ളിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ സദസ്സിലേക്ക് ഈ നാട്ടിലെ സാധാരണക്കാരനെ പറ്റിച്ച പിണറായി സർക്കാരിനെതിരെ അവർ നയിക്കുന്ന ആ കൊള്ളസംഘം നയിക്കുന്ന നവകേരള സദസ്സിലേക്ക് BCC പ്രസിഡന്റ് ശ്രീ ജോസ് വള്ളൂർ നയിക്കുന്ന പ്രതിഷേധ ജാഥയാണ് പ്രിയമുള്ളവരെ ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജാഥ പിണറായി വിജയൻ നയിക്കുന്ന ആ കൊള്ളസംഘം നയിക്കുന്ന നവകേരള സദസ്സിലേക്കാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ ഞങ്ങളോടൊപ്പം കൂടി ഈ ജാഥയെ അനുഗ്രഹിച്ച് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ ഈ കൊള്ളസംഘം നയിക്കുന്ന നവകേരള സദസ്സിലേക്ക് BCC പ്രസിഡന്റ് നയിക്കുന്ന പ്രതിഷേധ ജാഥയാണ് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കരുവന്നൂരിലെ പാവപ്പെട്ടവന്റെ പണം തിരികെ കൊടുക്കണം, അവർ ആവശ്യപ്പെടുന്ന സമയത്ത് തിരികെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കൊള്ളസംഘത്തിനെതിരെ അവർ ഈ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് കുടുംബശ്രീക്കാരെ കൊണ്ടുവന്ന് ഈ നാട്ടിലെ തൊഴിലുറപ്പാരെ പറ്റിച്ച് സ്കൂൾ കുട്ടികൾക്ക് അവധി കൊടുത്ത് എല്ലാത്തരം നുണക്കഥകളും പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോ ആ കൊള്ളസംഘം നയിക്കുന്ന ആ സദസ്സിലേക്കുള്ള
വരികയാണ് പ്രിയമുള്ളവരെ. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പണം കൊള്ളയടിച്ച ഒരു കൊള്ള സംഘം ഇരിങ്ങാലക്കുടയിൽ നവകേരള സദസ്സ് എന്ന് ഒരു ഓമന പേരിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ, ആ സദസ്സിലേക്ക്, ആ കൊള്ള സംഘത്തിന്റെ സദസ്സിലേക്ക് കടന്നു വരികയാണ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ നയിക്കുന്ന പ്രതിഷേധ ജാഥ. പ്രിയമുള്ളവരെ, ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പണം, കരുവന്നൂർ ബാങ്കിലെ പണം അവർ നിക്ഷേപിച്ച തുക അവർ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ ജാഥ ഈ കൊള്ളസംഘം നയിക്കുന്ന നവകേരള സദസ്സിലേക്ക് കടന്നു വരികയാണ് പ്രിയമുള്ളവരെ. നവകേരള സദസ്സിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ ജാഥ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ഈ കൊള്ളസംഘം നയിക്കുന്ന പ്രതിഷേധ ജാഥ, ഈ കൊള്ളസംഘം നയിക്കുന്ന നവകേരള യാത്ര, നവകേരള സദസ്സ്, ആ സദസ്സിലേക്കാണ് പ്രിയമുള്ളവരെ ഈ ജാഥ കടന്നു വന്നിരിക്കുന്നത്. ഈ ജാഥ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ, ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപിച്ച തുക നിക്ഷേപിച്ച തിരികെ ചോദിക്കുമ്പോ അത് തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ കൊള്ളസംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന നവകേരള സദസ്സ് എന്ന് ഓമന പേരിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുന്ന ആ കൊള്ളസംഘത്തിലേക്കുള്ള ജാഥയാണ് പ്രിയമുള്ളവരെ, പ്രതിഷേധ ജാഥയാണ് പ്രിയമുള്ളവരെ ഈ വഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവന്റെ പണം കൊള്ളയടിച്ച് മുന്നോട്ട് പോകുമ്പോ അതിനെതിരെ അത് കൊടുക്കാനുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് ഒരു വാക്ക് പോലും ഇതുവരെ 2 ദിവസമായി തൃശ്ശൂരിൽ കിടന്ന് കളിക്കുന്ന മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും കണ്ടാൽ തയ്യാറായിട്ടില്ല. അവരുടെ പണം തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കൊള്ളസംഘം ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന ആ സദസ്സിലേക്ക് DCC പ്രസിഡന്റ് നയിക്കുന്ന ജാഥ ഇതുവരെ കടന്നു വരികയാണ്. പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിച്ച് പറ്റുപിടിച്ച് അവർ അവരുടെ ആവശ്യപ്പെടുമ്പോൾ അത് തിരിച്ചു കൊടുക്കണം. മരുന്ന് മേടിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് അവരെത്തുമ്പോൾ അവർക്ക് കൊടുക്കാൻ മുന്നോട്ട് പോകുമ്പോ അതിനെതിരെയാണ് പ്രിയമുള്ളവരെ ആ കൊള്ളസംഘത്തിന്റെ പ്രിയമുള്ളവരെ ജോസ് വള്ളൂർ നയിക്കുന്ന പ്രതിഷേധ ജാഥയാണ് ഇതുവഴി കടന്നു വന്നിരിക്കുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരനെ കൊള്ളയടിച്ച്, ഈ നാട്ടിലെ സാധാരണക്കാരനെ പറ്റിച്ച് നവകേരള സദസ്സ് എന്നൊരു പേരിട്ട് ഒരു കൊള്ളസംഘം ഈ നാടിനെ പറ്റിച്ച് മുന്നോട്ട് പോകുമ്പോ ആ നവകേരള സദസ്സിലേക്ക്, ആ കൊള്ളസംഘം ഉൾപ്പെട്ട ആ സദസ്സിലേക്കുള്ള പ്രതിഷേധ ജാഥയാണ് പ്രിയമുള്ളവരെ ഈ വാഹനത്തിന് പിന്നിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അത് നയിക്കുന്നത് ആരാധനായ ജോസ് വള്ളൂർ DCCയുടെ പ്രസിഡന്റാണ്. പ്രിയമുള്ളവരെ, ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. ഈ നാട്ടിലെ സാധാരണക്കാരനെ കൊള്ളയടിച്ച്, ഈ നാട്ടിലെ സാധാരണക്കാരനെ പറ്റിച്ച് നാട് മുഴുവൻ പട്ടിനിന്ന് കുടിപ്പിച്ച് ഏമ്പർക്കവുമിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നികുതിപ്പണവും എടുത്ത് തോന്നിയ പോലെ ആഡംബരം കാണിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് മുന്നോട്ട് പോകുമ്പോ അതിനെതിരെയുള്ള ഈ നാട്ടിലെ സാധാരണക്കാരന്റെ എന്താണ് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കാണാതെ മുന്നോട്ട് പോകുമ്പോ അതിനെതിരെയുള്ള പ്രതിഷേധ ജാഥയാണ് ആ നവകേരള നയിക്കുന്ന കൊള്ളസംഘം നയിക്കുന്ന ആ സദസ്സ്
സദസ്സിലേക്ക് DCCയുടെ ജാഥ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. ഈ കൊള്ളസംഘത്തിന് ആട്ടിയോടിപ്പിക്കുക. ഈ നാട്ടിലെ ജനങ്ങൾ അതിന് തയ്യാറായി വരിക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ കൊള്ളസംഘം നടത്തുന്ന ആ സദസ്സിലേക്കുള്ള മാർച്ചാണ് പ്രിയമുള്ളവരെ ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ കൊള്ളസംഘത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് പ്രിയമുള്ളവരെ ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ കൊള്ളസംഘത്തിനെതിരെയുള്ള പ്രതിഷേധ ജ്വാലയാണ് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ ജാഥയിലേക്ക് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ഞങ്ങൾ സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഈ ജാഥയ്ക്ക് എല്ലാവിധ ആശീർവാദവും അനുഗ്രഹവും കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിയമുള്ളവരെ, കരുവന്നൂരിലെ പാവപ്പെട്ടവന്റെ നിക്ഷേപത്തുക അവർ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ ജാഥ സംഘടിപ്പിച്ചത്. അതെ ഇവിടെ വരെ ജോയിന്റിൽ കണക്കിപ്പെട്ടോ. പാവപ്പെട്ട നാടിൻ മക്കൾ ഈ നാട്ടിലെ സാധാരണക്കാരന് പറഞ്ഞു പറ്റിച്ച് വഞ്ചിച്ച് കൊള്ളയടിച്ച് മുന്നോട്ട് പോകുമ്പോ ആ സദസ്സിലേക്ക് ആ പറഞ്ഞു പറ്റിക്കുന്ന ആ സദസ്സിലേക്ക് പ്രിയമുള്ളവരെ ഈ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്ത് തൊഴിലുറപ്പുകൾ പറഞ്ഞു അവിടേക്ക് പ്രിയമുള്ളവരെ സദസ്സിലേക്കാണ് പ്രിയമുള്ളവരെ ഞങ്ങളുടെ ജാഥ. ഈ നാട്ടിലെ കരുവന്നൂരിന്റെ പണം അവിടെ നിക്ഷേപിച്ചവരുടെ അവർ ആവശ്യപ്പെട്ടു അവർക്കാക്കുക കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രിയമുള്ളവരെ യുടെ നേതൃത്വത്തിലുള്ള ജാഥ ആ കൊള്ളസംഘത്തിന്റെ സദസ്സിലേക്ക് കടന്നു വരുന്നു. പ്രിയമുള്ളവരെ ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. ബാങ്കില്
ബാങ്കിലെ നിക്ഷേപകരുടെ നിക്ഷേപത്തുക അവർ ആവശ്യപ്പെടുമ്പോൾ തിരികെ കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നവകേരള സദസ്സിലേക്കുള്ള പ്രതിഷേധ ജാഥയാണ് പ്രിയമുള്ളവരെ ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. ആരാധ്യനായ DCCയുടെ പ്രസിഡന്റ് ജോസ് വള്ളൂർ നയിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് പ്രിയമുള്ളവരെ ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അരിവെള്ളൂർ ബാങ്കിലെ നിക്ഷേപകരുടെ നിക്ഷേപത്തുക അവർ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DCCയുടെ പ്രസിഡന്റ് ജോസ് വള്ളൂർ നയിക്കുന്ന പ്രതിഷേധ ജാഥയാണ് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരനെ കൊള്ളയടിച്ചുകൊണ്ട് അവരുടെ അനുമതി പണം ഉപയോഗിച്ച് ഈ ഗവൺമെന്റ് സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിൽ 2 ദിവസമായിട്ടും കരിവെണ്ണൂർ ബാങ്കിനെ കൊള്ളയടിച്ച ആളുകൾ കയ്യിൽ നിന്ന് പണം തിരികെ പിടിച്ച് ഈ നാട്ടിലെ ആളുകളുടെ പണം തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഭാഷയോ ഒരു സംവിധാനത്തിനെ കുറിച്ചോ പറയാതെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുമ്പോൾ ഈ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. കരിവെണ്ണൂർ ബാങ്കിലെ സാധാരണക്കാരൻ നിക്ഷേപിച്ച നിക്ഷേപകർക്ക് അവർ ആവശ്യപ്പെടുന്ന സമയത്ത് തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി കൊള്ളസംഘം നയിക്കുന്ന നവകേരള സദസ്സിലേക്ക് പ്രതിഷേധ ജാഥയുമായി ഇന്റർനാഷണൽ കോൺഗ്രസ് കടന്നു വരികയാണ്. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് പണം കൊള്ളയടിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കി നവകേരള സദസ്സെന്ന പേരിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞു വെച്ചിട്ട് തൊഴിലാളികളെയും കുടുംബശ്രീക്കാരെയും സ്കൂൾ കുട്ടികളെ അടക്കം വിളിച്ചു വരുത്തി ഒരു സദസ്സുണ്ടാക്കി ഈ നാട്ടിലെ പരിപാടി വിളിച്ച് അവർക്ക് സത്യം കൊടുത്ത് അതിൽ നിന്ന് വെട്ടിപ്പിടിക്ക് നിന്ന് മുന്നോട്ട് വന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് സദസ്സുണ്ടാക്കി വിളിച്ചു വരുത്തി പറഞ്ഞു വെച്ച് തള്ളുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരുടെ പണം കരിവെണ്ണൂർ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള അവർ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന് ആരാധനായ ജോസ് വള്ളൂർ നയിക്കുന്ന പ്രതിഷേധ ജാഥ ആ കൊള്ളസംഘം നടത്തുന്ന ആ സദസ്സിലേക്ക് പ്രതിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. കരിവെണ്ണൂർ ബാങ്കിലെ തിരിച്ചു കൊടുക്കണമെന്ന് അവർ ചോദിക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് ഇരിങ്ങാലക്കുടയിൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ഒരു സദസ്സ് സംഘടിപ്പിക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിച്ച് ഒരു സദസ്സ് സംഘടിപ്പിച്ച് ആളുകളെ പറ്റിക്കുമ്പോ ഈ നാട്ടിലെ സാധാരണക്കാരുടെ പണം അവർ നിക്ഷേപിച്ച തുക അവർ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ കൊള്ളസംഘം നടത്തുന്ന ആ സദസ്സിലേക്കുള്ള പ്രതിഷേധ മാർച്ചാണ് പ്രിയമുള്ളവരെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ഒരു കൊള്ളസംഘം ഒരു സദസ്സ് എന്ന് പേരിട്ട് സാധാരണക്കാരന് അവകാശപ്പെടുന്ന കാര്യങ്ങൾ നടത്തിക്കൊടുക്കാനാണെന്ന് പറഞ്ഞ്
പറഞ്ഞു പറ്റിച്ച് കോടിക്കണക്കിന് രൂപ ചെലവാക്കി അവിടെ ഈ വാളം മുളക്കി നുണക്കഥകൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആ കൊള്ള സംഘത്തിലെ ആ സദസ്സിലേക്കുള്ള പ്രതിഷേധ മാർച്ചാണ് പ്രിയമുള്ളവരെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ച്, കുടുംബശ്രീക്കാരെ വെച്ച്, ഈ നാട്ടിലെ സ്കൂൾ കുട്ടികളെ വെച്ച്, പാവപ്പെട്ടവരെ പറഞ്ഞു പറ്റിച്ച് തമ്പ്രാൻ പറയുന്നത് കേൾക്കാൻ ആളില്ലാത്ത ഒരു സ്ഥിതിയില്ലാതിരിക്കാൻ വേണ്ടി പറഞ്ഞു പറ്റിച്ച് ആൾക്കാരെ വിളിച്ചു വരുത്തി ഒരു കൊള്ള സംഘം ഒരു സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ആ കൊള്ള സംഘത്തിന്റെ സദസ്സിലേക്കുള്ള പ്രതിഷേധ മാർച്ചാണ് പ്രിയമുള്ളവരെ ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. കരിവന്നൂർ ബാങ്കിലെ നിക്ഷേപകരുടെ നിക്ഷേപ തുക തിരിച്ചു കൊടുക്കണം അവർ ആവശ്യപ്പെടുമ്പോൾ എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രിയമുള്ളവരെ കൊള്ള സംഘം നടത്തുന്ന സദസ്സിലേക്ക്, നവകേരള സദസ്സിലേക്ക് PCC പ്രസിഡന്റ് ജോസ് വള്ളൂർ നയിക്കുന്ന പ്രതിഷേധ ജാഥയാണ് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. കരിവന്നൂർ ബാങ്കിലെ നിക്ഷേപകരുടെ നിക്ഷേപത്തുക അവർ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ ജോസ് വള്ളൂർ നയിക്കുന്ന പ്രതിഷേധ ജാഥ നവകേരള സദസ്സിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. കരിവന്നൂർ ബാങ്കിലെ നിക്ഷേപത്തുക അവർ ആവശ്യപ്പെടുമ്പോൾ തിരികെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PCCയുടെ നേതൃത്വത്തിൽ ശ്രീ ജോസ് വള്ളൂർ നയിക്കുന്ന നവകേരള സദസ്സിലേക്കുള്ള പ്രതിഷേധ മാർച്ചാണ് പ്രിയമുള്ളവരെ ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാവപ്പെട്ടവരെ കൊള്ളയടിച്ചുകൊണ്ട് സാധാരണക്കാരുടെ കുറച്ച് കൊടുത്തു. അവിടെ മാപ്രാണം യോസന്റെ
കൊള്ളസംഘം നടത്തുന്ന ആ സദസ്സിലേക്കുള്ള പ്രതിഷേധ ജാഥയാണ് പ്രിയമുള്ളവരെ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി നയിക്കുന്ന പ്രതിഷേധ ജാഥയാണ് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, കരുവന്നൂരിലെ നിക്ഷേപക തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കൊള്ളസംഘം നയിക്കുന്ന നവകേരള സദസ്സിലേക്കുള്ള പ്രതിഷേധ ജാഥ ഒരുപാട് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത DCCയുടെ അമരക്കാരൻ നേതൃത്വത്തിലുള്ള പ്രതിഷേധ ജാഥയാണ് പ്രിയമുള്ളവരെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. പാവപ്പെട്ടവരുടെ പണം തിരിച്ചു വരുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് സമരമുറകൾക്ക് നേതൃത്വം കൊടുത്ത DCCയുടെ അമരക്കാരൻ നയിക്കുന്ന പ്രതിഷേധ സമരമാണ് പ്രിയമുള്ളവരെ ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാത്തുവച്ചൊരു നിക്ഷേപം കരുവന്നൂരിലെ നിക്ഷേപം CPM നേട്ടപ്പട്ടികൾ കട്ടുമുടിച്ചതറിഞ്ഞില്ലേ പ്രിയമുള്ളവരെ, എല്ലാവരും സമാധാനപരമായി താഴെ ഇരിക്കേണ്ടതാണ്. ഈ പ്രതിഷേധത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി DCC ജനറൽ സെക്രട്ടറി ശ്രീ ആന്റോ പെരുമ്പള്ളിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, സമാനതകളില്ലാത്ത കേരളത്തിലെ സഹകരണ രംഗത്ത് ഏറ്റവും വലിയ കൊള്ള, ഏകദേശം 500 കോടിയിൽ താഴെ കളവ് നടത്തിയ പട്ടാപ്പകൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചെറുതും വലുതുമായ ഉന്നതരായ നേതാക്കൾ ഉൾപ്പെടെ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ, ജീവനക്കാർ ഉൾപ്പെടെ, അതുപോലെ പ്രാദേശിക CPMന്റെ നേതാക്കൾ ഉൾപ്പെടെ കേരളത്തിൽ സമാനതകളില്ലാത്ത സഹകരണ രംഗത്ത് ഏറ്റവും വലിയ പകൽ കൊള്ള, കടും വെട്ട് കരുവന്നൂരിൽ നടന്നിരിക്കുന്നു. ഏകദേശം 4-5 വർഷമായിട്ട് ഇത് പുറത്തേക്ക് വരാൻ തുടങ്ങി. നിരവധി സമരങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രാദേശികമായും നിയോജകമണ്ഡല തലത്തിലും അതുപോലെ ജില്ലാ തലങ്ങളിലും നടത്തി. എന്റെ ഓർമ്മയിൽ ഏകദേശം 100-ൽ താഴെ സമരങ്ങൾ, ബഹുജന പ്രക്ഷോഭങ്ങൾ കോൺഗ്രസും പോഷക സംഘടനകളും കൂടിക്കൊണ്ട് നടത്തി. കേരളീയ സമൂഹം 3.5 കോടി വരുന്ന കേരളീയ സമൂഹം ഇന്ന് കരുവന്നൂരില് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കടുംവെട്ടിനെ കുറിച്ച്, പകൽ കൊള്ളയെക്കുറിച്ച് വളരെയേറെ ബോധവാന്മാരാണ്. ഇന്ന് നമുക്കറിയാം, ഇരിങ്ങാലക്കുടയിൽ നവകേരള സദസ്സ് ശ്രീ പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. ഞാൻ ഇതിന്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മളൊക്കെ മലയാളികൾ വായിച്ചിട്ടുള്ളൊരു പുസ്തകമുണ്ട്, ഒരു കഥയുണ്ട്. എന്താണത്? ആലിഭാവയും
41 കള്ളന്മാരും. മലയാളിക്ക് ആ കഥ വിസ്മരിക്കാൻ കഴിയില്ല. ആ കാര്യങ്ങളിൽ വിസ്മരണം നമുക്ക് കഴിയില്ല. അതുതന്നെയാണ് കേരളത്തിൽ 41 ഇല്ല. ഇവിടെ ആലിബാബയില്ല. 21 പേരാണ് കേരളത്തെ കഴിഞ്ഞ 7.5 വർഷക്കാലമായിട്ട് നശിപ്പിച്ച് മുടിപ്പിച്ച് അഴിമതി നടത്തി കേരളത്തിലെ ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിക്കൊണ്ട് സംഹാര താണ്ഡവമാടിയിരിക്കുന്നു. അതിന്റെ അവസാനത്തെ പതിപ്പാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലേക്കുള്ള 140 അസംബ്ലി നിയോജക മണ്ഡലത്തിലേക്കുള്ള ആലിബാബയ്ക്ക് പകരം 41 കള്ളന്മാർക്ക് പകരം 21 പേരും അതിന്റെ നേതാവും കൂടി യാത്ര നടത്തുന്നു. അത് ഇരിങ്ങാലക്കുടയിൽ എത്തുമ്പോൾ ഇരിങ്ങാലക്കുടയിലെ പൊതുസമൂഹത്തിന് പറയാനുള്ളത്, തൃശൂർ ജില്ലയിലെ പൊതുസമൂഹത്തിന് പറയാനുള്ളത്, കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട ആലിബാബ കൂടെയുള്ള 21 സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ഈ നിക്ഷേപകരുടെ, പാവപ്പെട്ട നിക്ഷേപകരുടെ പണം ഞങ്ങൾക്ക് തിരികെ കിട്ടണം. ഞങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് സ്വരൂപിച്ചിട്ടുള്ള ഞങ്ങളുടെ ആ നിക്ഷേപം ആ ബന്ധപ്പെട്ട ആളുകൾക്ക് അത് തിരിച്ചു കിട്ടണം. നിക്ഷേപത്തെ സംബന്ധിച്ചിടത്തോളം, നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അതിന് കക്ഷി രാഷ്ട്രീയമില്ല, ജാതിമത ചിന്തകളില്ല. വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിക്കൊണ്ടാണ് ഈ നിക്ഷേപകർ നിക്ഷേപം നടത്തിയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മിനിമം ഡിമാൻഡ് ഈ മുഖ്യമന്ത്രി ഇവിടെ വന്ന് പോകുമ്പോൾ, ഈ ആലിബാബയും കൂടെയുള്ളവരും ഇവിടെ വന്ന് പോകുമ്പോൾ വളരെ കൃത്യമായിട്ട് മിനിമം കരുവന്നൂരിന്റെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാകണം, ഒരു തീരുമാനം അദ്ദേഹം പ്രഖ്യാപിക്കണം, അങ്ങ് പ്രഖ്യാപിക്കണം. ഒപ്പം ഈ നിയോജകമണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്ന ഡോക്ടർ ആർ ബിന്ദു ഉന്നത കുലജാതിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കിരീടം വെക്കാത്ത രാജാവിന്റെ പത്നിയാണ്. പക്ഷെ പറയുന്നതൊക്കെ വിഡ്ഢിത്തമാണ്. വായെടുത്താൽ വിഡ്ഢിത്തം പറയുന്ന ഒരാൾ ഇരിങ്ങാലക്കുടയ്ക്ക് സാംസ്കാരിക ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിടത്തോളം അതൊരു അപമാനത്തിന്റെ പര്യായമായിട്ട് മാറിയിരിക്കുന്നു. അവർ രാജിവെക്കണ്ടേ? ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കണ്ടേ? തെറ്റ് ചെയ്താൽ ശിക്ഷയില്ലേ? അതുകൊണ്ട് ബിന്ദു രാജിവെക്കണം. അങ്ങനെ 2 മിനിമം ഡിമാൻഡുകൾ. ഒപ്പം പിണറായി ഗവൺമെന്റിന്റെ ഈ നവകേരള സദസ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യം മുഴുവൻ അരിച്ച് പിരിക്കുക, അരിച്ചു പറക്കുക, എല്ലാവർക്കും അഴിമതി ക്ലാസ് കൊടുക്കുക, അത് അവസാനിപ്പിക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ മാർച്ച് ഇവിടെ ഇരിങ്ങാലക്കുട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ തടഞ്ഞിരിക്കുക. ഞങ്ങൾക്ക് നിയമലംഘനം, അത് ഞങ്ങൾ മുഖമുദ്രയാക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തെ അറിയിക്കുക. അതിനു പറ്റിക്കൊണ്ടാണ് 100-ൽ പരം സമരങ്ങൾ നടത്തിയത്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സമരങ്ങൾ ബഹുമാനപ്പെട്ട MP ശ്രീ പ്രതാപന്റെയും ജോസ് വള്ളൂരിന്റെയും നേതൃത്വത്തിൽ. നല്ല മഴയുള്ള ദിവസമാണ് തൃശൂരിലേക്ക് കളക്ടറേറ്റിലേക്ക് 23 കിലോമീറ്റർ അഭംഗുരം ഒരു തടസ്സവും കൂടാതെ ആയിരക്കണക്കിന് പ്രവർത്തകരെ വെച്ചുകൊണ്ട് നടത്തിയത്. ഞങ്ങൾ ജനപക്ഷത്ത് നിൽക്കുന്നു, ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു. അവിടെ നിക്ഷേപിച്ചവൻ BJP-കാരനാകാം, അവിടെ നിക്ഷേപിച്ചവൻ ഇടതുപക്ഷക്കാരനാകാം, അവിടെ നിക്ഷേപിച്ചവൻ ഏത് ജാതിമത വിശ്വാസത്തിലുള്ള ആളാവാം. അവന്റെ നിക്ഷേപം തിരിച്ചു കിട്ടണം. ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുക. ഞാനൊരു കരുവന്നൂക്കാരൻ എന്നുള്ള നിലയിൽ ഈ ജില്ലയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള, മുൻ പ്രസിഡന്റ് ശ്രീ MP വിൻസെന്റ് ഉൾപ്പെടെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് നേതാക്കൾ കോൺഗ്രസിന്റെ സമര ചരിത്രത്തിൽ ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ നിരവധി സമരങ്ങളിൽ കരുവന്നൂരിൽ വന്ന് പങ്കെടുക്കുക, നിരവധിയായ മണ്ഡലം കമ്മിറ്റികൾ വന്ന് ഇവിടെ സമരം ചെയ്യുക, വലിയൊരു സംഭവം. എന്തായാലും ഈ കരുവന്നൂർ വിഷയത്തിന് പിന്തുണ നൽകിയ മുഴുവൻ കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാര്, നേതാക്കള്, ഞാൻ പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിക്കൊണ്ട് ഞങ്ങൾ ചെറുതായിട്ട് തുടങ്ങിയ സമരം, ആ സമരത്തിൽ പങ്കെടുത്ത മണ്ഡലം കമ്മിറ്റി ഉൾപ്പെടെയുള്ള അതിന്റെ നേതാക്കൾക്ക്, സഹപ്രവർത്തകർക്ക് വേണ്ടിക്കൊണ്ട് ഈ സമരത്തിൽ ത്യാഗനിർഭരമായിട്ടുള്ള ഒരു സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് ഈ സമരക്കാർക്ക് വേണ്ടിക്കൊണ്ട് ഞാൻ നേരുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമരത്തിനും നേതൃത്വം കൊടുത്തത്, ഈ പരിപാടി എല്ലാമായിട്ടുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോസ് വള്ളൂര്,
നിരവധി ഘട്ടങ്ങളിൽ സഹായിച്ചിട്ടുള്ള ശ്രീ ജോസ് വള്ളൂര്, അദ്ദേഹമാണ് ഈ മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ വേണ്ടിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് തൃശൂർ കോർപ്പറേഷന്റെ മുൻ മേയർ പ്രിയപ്പെട്ട ശ്രീ IP പോളാണ്. ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിക്കൊണ്ട് DCCയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ സെക്രട്ടറി ശ്രീ സുനിൽ അന്തിക്കാട്, മുൻ MLA ശ്രീ അനിൽ അക്കര, പ്രിയപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുള്ള CC ശ്രീകുമാർ, KV ദാസൻ, അതുപോലെ തന്നെ ശ്രീ MK അബ്ദുൾ സലാം, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട നിർമ്മല ടീച്ചർ ഉൾപ്പെടെയുള്ള CI സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള സോണിയാഗിരി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ സോമൻ ചിറ്റേത്ത്, കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷാറ്റോ കുര്യൻ, അതുപോലെ പൊറത്തുശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ബൈജു കുറ്റിക്കാരൻ. ഒപ്പം ഞാൻ ഒരാൾക്ക് സ്വാഗതം പറയുന്നു, പ്രിയപ്പെട്ട രാമൻകുട്ടി മാഷ്, വല്ലച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. പ്രായാധിക്യം പോലും വകവയ്ക്കാതെ 4 or 5 സമരങ്ങൾ അവിടെ നിന്ന് പ്രവർത്തകരെ കൊണ്ടുവന്ന് ഞങ്ങളെ സഹായിച്ച രാമൻകുട്ടി മാഷ് ഉൾപ്പെടെയുള്ള ഈ ധാർമ്മിക സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും നേതാക്കൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് പ്രിയപ്പെട്ട IP പോളിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും നേതാക്കളും നയിക്കുന്ന ഈ സായന്ന സദസ്സ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിങ്ങാലക്കുടയിലെ സദസ്സിനെ അഭിമുഖീകരിക്കുന്ന ഈ സമയത്ത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസും കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കരുവന്നൂര് കൊള്ളയടിക്കപ്പെട്ട ബാങ്കിന്റെ മുൻവശത്ത് നിന്ന് പ്രയാണം ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പോലീസ് നമ്മളെ തടഞ്ഞു. അതുകൊണ്ടാണ് ഈ സായന സദസ്സ് പെട്ടെന്ന് റോഡ് ഉപരോധിച്ചുകൊണ്ട് നമുക്കിവിടെ ഇരിക്കേണ്ടി വന്നിട്ടുള്ളത്. കഴിഞ്ഞ 4-5 വർഷക്കാലം ഈ ജില്ലയിലെ അറിയപ്പെടുന്ന ഈ കരുവന്നൂർ ബാങ്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും അവിടുത്തെ ചില മാർക്സിസ്റ്റ് സ്റ്റാഫും കൂടി കൊള്ളയടിച്ച് കോടികൾ മുക്കി പാവപ്പെട്ട നിക്ഷേപകരെ വഞ്ചിച്ച ആ ചരിത്രപരമായ അവരുടെ മുന്നേറ്റത്തെ പ്രതിരോധിക്കുവാൻ അല്ലെങ്കിൽ അവരെ കൂച്ചുവിലുങ്ങിടുവാൻ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ നാളിതുവരെ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ള സത്യം നമ്മുടെ മുന്നിലുണ്ട്. രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും കരുവന്നൂർ ബാങ്കിലെ ഈ കൊള്ളയ്ക്കെതിരെ ഇന്ന് പ്രതിഷേധ ജ്വാല നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിലെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഈ കരുവന്നൂർ ബാങ്ക് ഇന്ത്യയുടെ കള്ളന്മാരുടെ ഭൂപടത്തിൽ അലിഞ്ഞു ചേർന്നു എന്നുള്ള ചരിത്ര സത്യം നമുക്ക് നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു. അനേകായിരം പാവപ്പെട്ട നിക്ഷേപകരെ പോക്കറ്റ് കൊള്ളയടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫണ്ട് ശേഖരിക്കുവാനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്ക് തടിച്ചു കൊടുക്കുവാനും ഈ ബാങ്കിന് ഉപയോഗപ്പെടുത്തിയെന്നുള്ള ആ ഒരു സത്യം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് പുറത്തു കൊണ്ടുവരുവാനും പാവപ്പെട്ട നിക്ഷേപകർക്ക് നിക്ഷേപങ്ങൾ തിരിച്ചു കിട്ടുന്നതിനും കൊള്ളയടിക്കപ്പെട്ട നേതാക്കന്മാരെ കൽത്തുറങ്കിൽ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സായന ധർണ നമ്മളിവിടെ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോസ് വള്ളൂർ അവരുകളെ സാദരം ക്ഷണിക്കുന്നു. പ്രതിഷേധ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ IP പോൾ, ഈ ധാർമ്മിക സമരത്തിൽ പങ്കെടുക്കുന്ന കരുവന്നൂർ ബാങ്ക് കൊള്ളയ്ക്കെതിരെ തന്റെ ജീവിതകാലം മുഴുവൻ പോരാടുമെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിർവാഹക സമിതി അംഗം ശ്രീ അനിൽ അക്കര XMLA, KPCCയുടെ സെക്രട്ടറിമാർ ശ്രീ സുനിൽ അന്തിക്കാട്, ശ്രീ CC ശ്രീകുമാർ,
ഈ ധാർമ്മിക സമരത്തിന് സ്വാഗതം ആശംസിച്ച കരിവന്നൂർ സമരത്തിന്റെ തുടക്കം മുതൽ 100ഓളം വരുന്ന സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രിയങ്കരനായ ശ്രീ ആന്റോ പെരുമ്പള്ളി, പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ സോണിയാഗിരി, പ്രിയപ്പെട്ട KF ഡൊമിനിക്, ശ്രീ സജീവൻ കുരിയച്ചിറ, പ്രിയപ്പെട്ട കല്ലൂർ ബാബു, K ഗോപാലകൃഷ്ണൻ, ബിജോയ് ബാബു, ശ്രീ CI സെബാസ്റ്റ്യൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ, പ്രിയപ്പെട്ട ഷാറ്റോ കുര്യൻ, സോമൻ ചിറ്റത്ത്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, പ്രിയപ്പെട്ട C പ്രമോദ്, പ്രിയപ്പെട്ട സുശീൽ ഗോപാൽ, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ, പ്രിയപ്പെട്ട സഹോദരന്മാര്, നല്ലവരായ സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പോലീസുകാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങളെ എന്തിനാണ് നിങ്ങൾ തടഞ്ഞത്? ഞങ്ങളെ തടയേണ്ട കാര്യം നിങ്ങൾക്ക് എന്താ? കരിവന്നൂരിലെ 5400 നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടു. 350 കോടി രൂപയാണ് CPM നേതാക്കന്മാർ അടിച്ചുകൊണ്ടുപോയത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ AC മൊയ്തീൻ, PK ബിജു, MM വർഗീസ് ഉൾപ്പെടെ MK കണ്ണൻ XMLA ഉൾപ്പെടെ നിരവധി നേതാക്കന്മാർ ഈ കൊള്ളയ്ക്ക് പങ്കുണ്ട് എന്ന കാര്യം എല്ലാവരും പറയുന്നു. അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത പോലീസ് സമരം ചെയ്യുന്ന കൊള്ളക്കാരെ പിടികൂടണമെന്ന് പറയുന്ന കോൺഗ്രസിന്റെ ജാഥ തടയുന്നതിൽ എന്തെങ്കിലും ഉളുപ്പുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഞങ്ങൾ മുഖ്യമന്ത്രി സമീപത്തേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രി അശ്ലീല നാടക യാത്രയുമായി എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി നവകേരള സദസ്സുമായി എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, കരിവന്നൂരിലെ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് എന്ന് നിങ്ങൾ പണം കൊടുക്കും? എത്രയോ തവണ മുഖ്യമന്ത്രി പറഞ്ഞു പണം കൊടുക്കുമെന്ന്, നിക്ഷേപകർക്ക് ഗ്യാരണ്ടിയുണ്ടെന്ന്, നിക്ഷേപകരുടെ പണം നഷ്ടപ്പെടില്ലെന്ന്. കൊള്ള ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ കൊണ്ടുപോയ കൊള്ളപ്പണം അത് വീതം വെച്ചെടുക്കാൻ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി നവകേരള സദസ്സുമായി ഇവിടേക്ക് എത്തിയാൽ ആ സദസ്സിനെ നമ്മൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതിശക്തമായ പ്രതിഷേധങ്ങൾ ഞങ്ങൾ ഉയർത്തുകയാണ്. എന്തിനാ ഈ സദസ്സ്? 20 മന്ത്രിമാരും മുഖ്യമന്ത്രിയും അത്യാഡംബര വാഹനത്തിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉൾപ്പെടെ 11 ലക്ഷത്തിന്റെ ശുചിമുറി ഉൾപ്പെടെ സെറ്റ് ചെയ്ത് അത്യാഡംബര വാഹനത്തിൽ വന്നിരിക്കുന്നു മുഖ്യമന്ത്രി. 20 മന്ത്രിമാരും വന്നിരിക്കുന്നു. എന്തിനാണ് ഈ യാത്ര? നവകേരള സദസ്സ് എന്ന പേരിൽ നടത്തുന്ന യാത്ര കേരളത്തെ കൊള്ളയടിക്കാനുള്ള യാത്രയല്ലേ? ഈ യാത്ര ജനങ്ങളെ ഇല്ലാതാക്കാനുള്ള യാത്രയല്ലേ? കേരളത്തിലെ സമസ്ത മേഖലകളും പരാജയപ്പെടുത്തിയ ഒരു സർക്കാർ, ജനജീവിതം സ്തംഭിപ്പിച്ച ഒരു സർക്കാർ, ഏത് നിലപാട് പരിശോധിച്ചാലും അഴിമതി മാത്രം നടത്തുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, അഴിമതി രാജരൂപമായ സഖാവ് പിണറായി വിജയൻ, മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളും ചേർന്ന് കേരളത്തെ ഇല്ലാതാക്കാൻ തീരുമാനിച്ച ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് ഈ യാത്ര എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. കൊള്ളപ്പണം വീതിച്ചെടുക്കാൻ, കൊള്ള സംഘത്തെ പോലെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറയുന്നത് പോലെ കേരളത്തെ ഇല്ലാതാക്കാൻ തീരുമാനിച്ച മന്ത്രിമാരുടെ ഈ യാത്ര അവസാനിപ്പിക്കണം. യാത്രക്കെതിരെ പ്രതികരിച്ചാൽ, യാത്രക്കെതിരെ മുഷ്ടി ചുറ്റി മുദ്രാവാക്യം വിളിച്ചാൽ, യാത്രക്കെതിരെ കരിങ്കൊടി കാണിച്ചാൽ, യാത്രക്കെതിരെ പ്രതിഷേധിച്ചാൽ, പ്രതിഷേധിക്കുന്നവരെ മുഴുവൻ തച്ച് തകർക്കുക. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ 2 പ്രവർത്തകന്മാര്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകള്, ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകള് ചെടിച്ചട്ടി വെച്ച് ഹെൽമറ്റ് വെച്ച് തല തല്ലിപ്പൊളിച്ചു, മൃതപ്രായരാക്കി. എന്തിനാ അവരെ ഭീകരമായി മർദ്ദിച്ചത്? മുഖ്യമന്ത്രി പോയ വഴിയിൽ കരിങ്കൊടി കാണിച്ചു. എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? ഡിവൈഎഫ്ഐ കാണിച്ചത് മാതൃകാപരം. അങ്ങനെ പറയാൻ ഈ മുഖ്യമന്ത്രിക്ക് മാത്രമല്ലേ സാധിക്കൂ? കേരളത്തിൽ കലാപത്തിൽ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി, കേരളത്തെ കൊള്ളയടിക്കുന്ന മുഖ്യമന്ത്രി, ഈ മുഖ്യമന്ത്രി ദുർഭരണം അവസാനിപ്പിക്കാനുള്ള അന്തിമ സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുകയാണ്. ഇവിടെ ഇന്നലെയും മിനിഞ്ഞാന്നും മുഖ്യമന്ത്രി പോകുന്ന വഴിയിലെ മുഴുവൻ യൂത്ത് കോൺഗ്രസുകാരെയും പോലീസ് സ്റ്റേഷൻ വിളിച്ചു വരുത്തി കരുതത്തടങ്കലിലെടുത്തു. ഇരിങ്ങാലക്കുടയിൽ ഈ പ്രതിഷേധ മാർച്ച് നേതൃത്വം കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോ ഇരിങ്ങാലക്കുടയിലെയും നിരവധി യൂത്ത് കോൺഗ്രസുകാരെ, കോൺഗ്രസ് നേതാക്കന്മാരെ കള്ളക്കേസെടുത്ത് സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചിരിക്കുന്നു. എന്താ പോലീസുകാർക്ക് പണി? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത് കേട്ട് അവർക്ക് ഓശാന പാടി
ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുന്ന ആളുകളെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചാൽ ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കില്ല. ഈ സമരം രണ്ടിലൊന്ന് തീരുമാനിച്ചേ ഞങ്ങൾ അവസാനിപ്പിക്കൂ. കരിവന്നൂരിൽ തട്ടിയെടുത്ത പണം വീതം വെച്ചു കൊടുക്കണം. കരിവന്നൂരിൽ കൊള്ള നടത്തിയ CPM-കാരെ തുറങ്കിലടയ്ക്കണം. പരിപാലനമായ സഹകരണ മേഖലയിൽ വിശ്വാസ്യത തിരിച്ചു നൽകണം. ആ മുദ്രാവാക്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ പാവപ്പെട്ട നിക്ഷേപകരോടൊപ്പം ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ യാത്രയാണ് നിങ്ങൾ തടഞ്ഞത്. ഇത് തടഞ്ഞാൽ ഞങ്ങൾ അവസാനിപ്പിക്കുമെന്ന് ധരിച്ചാൽ ഒരു സംശയം വേണ്ട. പോലീസുകാരോട് പറയുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയോട് പറയുന്നു, നേതാക്കന്മാരോട് പറയുന്നു, മുഖ്യമന്ത്രിയോട് പറയുന്നു, ഞങ്ങളെ തടഞ്ഞതുകൊണ്ട്, ഞങ്ങളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട്, ഞങ്ങളെ ജയിലിലടച്ചതുകൊണ്ട്, ഞങ്ങളെ സ്റ്റേഷനിൽ ലോക്കപ്പ് ഇട്ടതുകൊണ്ട് ഈ സമരം അവസാനിക്കില്ല. കോൺഗ്രസുകാരായ ഞങ്ങളുടെ അവസാനം നിലയ്ക്കുന്നത് വരെ ശക്തിയായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ധാർമ്മിക സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ശ്രീ അനിൽ അക്കര XMLA. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും മുൻ മേയറുമായ പ്രിയമുള്ള IP പോൾ, ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധനായ അധ്യക്ഷൻ ശ്രീ ജോസ് ടോം ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം നിരവധിയായ സമരങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ഇരിഞ്ഞാലക്കുടയിലെ നിയോജകമണ്ഡലം കമ്മിറ്റിയും ഒക്കെ നടന്നുകൊണ്ടിരുന്ന ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള നാൾവഴിയിലേക്ക് ഞാൻ കടന്നുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇന്ന് വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ, ആ ജില്ലകളിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിൽ ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നേരിട്ട് വന്ന് പരാതികൾ സ്വീകരിച്ച് ആ പ്രദേശത്തെ വിഷയങ്ങൾ പരിഹരിച്ചു പോകുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. സ്വാഭാവികമായും തൃശൂർ ജില്ലയിൽ 3ാമത്തെ ദിവസത്തിലേക്ക് ഈ സദസ്സ് കടക്കുമ്പോൾ ഈ ജില്ലയിലെ ഗുരുതരമായ വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ, കാതലായ വിഷയങ്ങളിൽ ഒന്നുപോലും പരിഹരിക്കാൻ കഴിയാതെയാണ് ഈ മുഖ്യമന്ത്രി ഈ ജില്ല ഇന്ന് വിടുന്നത്. നമുക്കറിയാം, ചേരക്കരയിൽ നിന്ന് വന്ന് തൃശൂർ വിട്ട് ഇരിഞ്ഞാലക്കുട വിട്ട് കൊടുങ്ങല്ലൂർ കടന്നു പോകുമ്പോൾ ഈ ജില്ലയിലെ ബാധിക്കുന്ന സുപ്രധാനമായ 3 വിഷയങ്ങളിൽ ഒരു വിഷയത്തിലും തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി നിസ്സഹായനായി നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ പ്രശ്നം എന്താണ്? മുഖ്യമന്ത്രി വടക്കാഞ്ചേരിയിൽ പറഞ്ഞു, ലൈഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മുൻ കോൺഗ്രസ് MLA ഉണ്ടാക്കിയ നിയമക്കുരുക്കാൻ ഈ പ്രദേശത്ത് ലൈഫ് മിഷൻ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇന്നലെ മണലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൂടെ കടന്നുപോയി. നമ്മുടെ ജില്ലയിൽ 30,000 ഏക്കർ കോൾനിലങ്ങളാണ് കൃഷി ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയിൽ നിൽക്കുന്നത്. ഈ ഏപ്രിൽ മാസത്തിൽ, മെയ് മാസത്തിൽ കൊയ്യാൻ പോയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കർഷകരായ മുഴുവൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ജില്ലയിൽ ഈ കൊല്ലം കൊയ്ത്ത് നടക്കാത്ത സ്ഥിതിയിലേക്ക് പോവുകയാണ്. ഒരക്ഷരം മുഖ്യമന്ത്രി പറഞ്ഞില്ല. ഇന്ന് ഇരിഞ്ഞാലക്കുടയിൽ നിൽക്കുകയാണ്. ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത് കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ഡെപ്പോസിറ്റുകൾ എന്ന് സമയബന്ധിതമായി നിക്ഷേപകൻ ആവശ്യപ്പെടുന്ന സമയത്ത് എപ്പോൾ കൊടുക്കുമെന്നുള്ളതാണ്. ഇതൊന്നും കൊടുക്കാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പറയുന്നത് എല്ലാം നിയമക്കുരുക്കിലാണെന്നാണ്. പക്ഷെ കേരള ജനത പറയുന്നത് മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെയും മണിക്കുരുക്കിലാണ് കേരളമെന്നാണ് കേരളം പറയുന്നത്. മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ കൂട്ടാളികളുടെയും പണത്തിനോടുള്ള, മണിയോടുള്ള ആർത്തിയാണ് ഇന്ന് കേരളത്തെ ഈ രീതിയിലേക്കാക്കിയത്. അതുകൊണ്ട് തന്നെ ശക്തമായ സമരങ്ങളുമായി പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ KPC പ്രസിഡന്റ് നേതൃത്വത്തിൽ പോവുകയാണ്. ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട ദിവസം നമുക്കറിയാം. തൃശൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ബേബി ജോൺ ഉൾപ്പെടെയുള്ള CPM ജില്ലാ സെക്രട്ടറിമാർ, ആ ജില്ലാ സെക്രട്ടറിമാർക്കൊന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ പോയി ഈ പാർട്ടിയുടെ അക്കൌണ്ടിനെ കുറിച്ച് സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കണം എന്ന് പറയേണ്ട അവസ്ഥയുണ്ടായില്ല. പ്രിയമുള്ള കരിവന്നൂരിലെ ആളുകളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ കയ്യിൽ നിന്നും, നിങ്ങളുടെ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത 7 കോടി രൂപയാണ് ജില്ലാ CPM രഹസ്യ അക്കൌണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്
കരിവന്നൂർ ബാങ്കിൽ ഉണ്ടായത്. നിങ്ങളുടെ 37 കോടി രൂപ CPM എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടിക്ക് ജില്ലയിൽ 37 കോടി രൂപയാണ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ളത്. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഓഡിറ്റ് പ്രകാരം കൊടുത്ത കണക്കാണ്. പക്ഷേ ഈ കരിവന്നൂർ ബാങ്കിൽ നിന്നും വിവിധങ്ങളായ ആളുകളുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത 7 കോടി രൂപ എവിടെയാണ് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളുടെ രഹസ്യ അക്കൗണ്ട് ഉണ്ടായിരുന്നത്. കുട്ടന്നൂർ ബാങ്കിൽ നിങ്ങൾ 2 കോടി രൂപയാണ് കമ്മീഷനായി തട്ടിയെടുത്തിട്ടുള്ളത്. ഇവിടെ കൊടുങ്ങല്ലൂർ ബാങ്കിൽ അവിടെ 2.5 കോടി രൂപയാണ് കമ്മീഷനായി തട്ടിയെടുത്തിട്ടുള്ളത്. കുട്ടന്നൂർ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ നിരവധി ബാങ്കുകളിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ തൃശൂർ ജില്ലയിൽ CPMന്റെ കയ്യിലുള്ള 37 കോടി രൂപ എന്ന് പറയുന്നത് വിവിധങ്ങളായ സഹകരണ ബാങ്കുകൾ നിങ്ങൾ കമ്മീഷനായി തട്ടിയെടുക്കുകയാണ്. ആ തുകയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മുന്നിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ സഹപ്രവർത്തകരെ തല്ലിച്ചതച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് PDPP ആക്ട് ഇട്ട് കേസെടുത്താൽ ഞങ്ങൾ തകരുമെന്നാണ് നിങ്ങൾ കരുതുന്നത്. ഒരു സംശയവും വേണ്ട. DCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ കരിവന്നൂർ സ്കാമിൽ, കരിവന്നൂർ ബാങ്ക് കൊള്ളയിൽ കൊള്ള നടത്തിയ അവസാന CPM-കാരനെയും ജയിലിൽ അടയ്ക്കുക എന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ജില്ലയിലെ തീരുമാനം. ആ ജില്ലയിലെ ആ തീരുമാനത്തിന് പിന്നിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പിന്നിൽ DCCയുടെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഒറ്റക്കെട്ടായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ സമരത്തെ തകർക്കാം എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയോ പിണറായി വിജയനോ കരുതേണ്ടതായിട്ടില്ല. ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, മുഖ്യമന്ത്രി നിങ്ങൾ ആണാണെങ്കിൽ, ആണത്തമുള്ള മുഖ്യമന്ത്രിയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ഇരിഞ്ഞാലക്കുടയിൽ പ്രഖ്യാപിക്കണം, കരിവന്നൂരിൽ അവസാനത്തെ ഡെപ്പോസിറ്റർക്ക് ഇന്ന ദിവസം ഞങ്ങൾ ഈ പണം കൊടുത്തു തീർക്കും എന്ന് നിങ്ങൾ പറയണം. അല്ലാതെ നാളെ എന്നുള്ള പഴയ ലോട്ടറിക്കാരന്റെ ഭാഷയിൽ ഇന്ന് 50,000, നാളെ 1 ലക്ഷം, മറ്റന്നാൾ 5 ലക്ഷം എന്ന് പറഞ്ഞു പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇനി ആകെ 2.5 കൊല്ലം മാത്രമാണ് ബാക്കിയുള്ളത്. 2.5 കൊല്ലം മാത്രമാണ് ബാക്കിയുള്ളത്. ആ 2.5 കൊല്ലത്തെ കണക്കിനകത്ത് നിങ്ങൾക്ക് ഇത് കൊടുത്തു തീർക്കാൻ കഴിയുമോ? ഇല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്തു തീർത്തോളാം. കേരളത്തിൽ സമാനതയില്ലാത്ത രീതിയിൽ ഗവൺമെന്റിനായി വികാരമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ആണത്തമുണ്ടെങ്കിൽ ഇവിടുത്തെ MLA, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു, അവർ കൂടി പറയണം. അവരെ പറഞ്ഞ കാര്യമില്ല. വിജയരാഘവൻ ചോദിക്കുന്നത് കരിവന്നൂർ ബാങ്ക് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് മേയർ ബിന്ദുവിന്റെ ഭർത്താവ് ചോദിക്കുന്നത്. വളരെ രസകരമാണ്. ഇവർക്ക് ഈ നാട്ടിലെ ഒരു വിഷയവുമായി യാതൊരു ബന്ധവുമില്ല എന്നതിന്റെ തെളിവാണ് വിജയരാഘവൻ തൃശ്ശൂരിൽ ചോദിക്കുകയാണ്, കരിവന്നൂർ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത്. ഭാര്യയോട് ചോദിച്ചാൽ ബാങ്ക് തരത്തിലുമുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ചോദിക്കുന്നു, MM വർഗീസ് CDയോട് പറഞ്ഞു, ഇതിന്റെ കണക്ക് ചോദിക്കേണ്ടത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോടാണ് എന്നാണ്. ഞാൻ പറയുന്നു, ഈ ബാങ്കിൽ തട്ടിപ്പ് നടന്ന കാലഘട്ടം പ്രധാനമായും 2016 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആരായിരുന്നു? ആ കാലയളവിൽ ഏറ്റവും കൂടുതൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആരായിരുന്നു? ഒരു സംശയം വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ ഇരിഞ്ഞാലക്കുടയിൽ MLA ബിന്ദുവിന്റെ ഭർത്താവ് വിജയരാഘവനായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് പങ്കാളിത്തമുള്ള തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, പ്രിയങ്കരനായ മുഖ്യമന്ത്രി, നിങ്ങൾ ഇന്ന് ഈ നഗരം വിട്ടു പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇരിഞ്ഞാലക്കുടയിലെ ജനങ്ങളോട്, കരിവന്നൂർ ബാങ്കിലെ നിക്ഷേപകരോട് നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തോട് നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങൾ കരിവന്നൂർ ബാങ്കിലെ വിഷയങ്ങൾ എന്ന് പൂർണ്ണമായി പരിഹരിക്കും എന്ന് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അത് വെറുതെ തമാശ പറഞ്ഞു പോയിട്ട് കാര്യമില്ല, വെറുതെ പരാതി പോയിട്ട് കാര്യമില്ല. ഓരോ സ്ഥലത്തെയും ഓരോ വിഷയങ്ങൾ പരിഹരിക്കണം. നിങ്ങൾ ഉമ്മൻചാണ്ടിയെ കണ്ടു പഠിക്കണം. ഉമ്മൻചാണ്ടി ചെയ്തതുപോലെ ഈ പ്രദേശത്തെ ആളുകളുടെ കയ്യിൽ നേരിട്ട് നിങ്ങൾ പരാതികൾ വാങ്ങണം. കരിവന്നൂരിൽ രക്തസാക്ഷികളായ ആളുകളുടെ കയ്യിൽ നിങ്ങൾ പരാതി വാങ്ങിയിട്ടുണ്ടോ? അവരുടെ വിഷയങ്ങൾ നിങ്ങൾ എന്താണെന്ന് കണ്ടിട്ടുണ്ടോ? പരിഹരിച്ചിട്ടുണ്ടോ? നിങ്ങൾ കാണുന്നത് ആരെയൊക്കെയാണ്? കരിവന്നൂരിലെ നിക്ഷേപകരെയല്ല നിങ്ങൾ കണ്ടത്, കരിവന്നൂരിലെ രക്തസാക്ഷികളെയല്ല നിങ്ങൾ കണ്ടത്. നിങ്ങൾ കണ്ടത് കരിവന്നൂരിലെ കൊള്ളക്കാരായ AC മോദിയെയും MM വർഗീസിനെയും കണ്ണനെയുമാണ് എന്നതാണ് ഈ ഗവൺമെന്റിന്റെ വ്യത്യാസം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സമാനതയില്ലാത്ത സമരത്തിലേക്ക്, സമാനതയില്ലാത്ത ദൈവ പോരാട്ടത്തിലേക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും DCCയും കടന്നു പോകുമ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സമരം വിജയത്തിലേക്ക് അടുക്കുമ്പോ കരിവന്നൂരിലെ ജനങ്ങൾക്ക് ഞങ്ങൾ സന്തോഷത്തിന്റെ നാളുകൾ സമ്മാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.
ശ്രീ KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സുനിൽ അന്തിക്കാട്, പ്രിയങ്കരനായ ആർക്കാണോ തല്ലണ്ടേ? ഏതവനാണോ തല്ലണ്ടേ? ഞങ്ങളുടെ നേരെ പോരിന് വന്ന് തിരിച്ചടിക്കും കട്ടായം. ഞങ്ങൾക്കുണ്ടൊരു നേതൃത്വം, റസൂലുള്ളാഹിയുടെ നേതൃത്വം. ഒന്ന് പറഞ്ഞാൽ ആജ്ഞാപിച്ചാൽ ഒപ്പിവെക്കണ തലയായാലും കൂട്ടിവെക്കണ കാലായാലും കൂട്ടടിക്കണ കയ്യായാലും അടിച്ചടിക്കും കട്ടായം. അത് പറയുന്നറിയാമോ? നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. അല്ലാണ്ട് ഇവിടെ ഒരു പോലീസ് പോലീസെല്ലാം ചട്ടകളല്ല. എന്നാലും ചില ചട്ടകളുണ്ട്. ചട്ടകളോടായി പറയുന്നു ഞങ്ങളുടെ നേരെ പോരിന് വന്ന് അടിച്ചൊടിക്കും കട്ടായം. ഓ പുല്ല് പോടാ പുല്ല്, പോടാ പുല്ല് പോലീസ്. ഞങ്ങൾക്കുണ്ടൊരു നേതൃത്വം, റസൂലുള്ളാഹിയുടെ നേതൃത്വം. അടിച്ചൊടിക്കും കട്ടായം. കോൺഗ്രസ് സിന്ദാബാദ്. പിണറായി തുലയട്ടെ. നാട്ടുകൊള്ള തുലയട്ടെ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. പിണറായിയുടെ വാക്കും കേട്ട് ഞങ്ങളുടെ നേരെ പോരിന് വന്ന് അടിച്ചൊടിക്കും കട്ടായം. അറിയാമോ? നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്.
മറ്റേ കവറുള്ളത്
സമരം നിങ്ങൾ
ചെയ്തിട്ടില്ലേ നിക്കറ് മാറ്റി പാൻഡാക്കാൻ പറയൂ പോലീസേ ഞങ്ങളുടെ നേതാവും ഉമ്മൻചാണ്ടി ഇനി തന്നൊരു പാൻഡിട്ട് ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ മുട്ടിന് ഞങ്ങൾ അടിക്കും ഒത്തുകളിച്ചോ പോലീസേ കണ്ടോ പട കണ്ടോ കണ്ണൂരിന്റെ പട കണ്ടോ കണ്ടോ പട കണ്ടോ കണ്ണൂരിന്റെ പട കണ്ടോ കളിച്ചോ പോലീസേ കാലം മാറും ഭരണം മാറും കാലം മാറും ഭരണം മാറും അന്ന് നിനക്കും പേപ്പട്ടിക്കും അന്ന് നിനക്കും പേപ്പട്ടിക്കും എന്ന് ഓർത്തോളോ ആരാണെന്നോ പറയുന്നേ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം സുധാകരന്റെ പട്ടാളം ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ തിരിച്ചടിക്കും കട്ടായം നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് പാവപ്പെട്ടൂർ നാടിൻ മക്കൾ മഞ്ഞും മഴയും വെയിലും കൊണ്ട്